നമ്മുടെ ലൈവിലും അതുപോലെ തന്നെ പ്രോഡക്റ്റ് റിവ്യൂസിൻ്റെയൊക്കെ താഴെ കമൻ്റായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വിങ്സിൻ്റെ ഗ്ലൈഡ് എന്ന് പറയുന്ന നെക്ക് ബാൻഡ് ഒന്ന് അൺബോക്സ് ചെയ്യുമോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വിങ്സിൻ്റെ ഗ്ലൈഡിൻ്റെ അൺബോക്സിങ്ങും എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്ലൈഡ് എന്ന് ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. തൊട്ട് താഴെ നെക്ക് ബാൻഡ് വയർലെസ് ഇയർഫോൺ ബ്ലൂടൂത്ത് 5.0 ഇനബിൾ എന്നും അതുപോലെ തന്നെ വലത് സൈഡിൽ നേവി ബ്ലൂ എഡിഷൻ എന്നും തൊട്ട് താഴെ നമ്മുടെ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഫോട്ടോയും വിങ്സിൻ്റെ ഒരു ലോഗോയും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വലതുവശത്ത് നോക്കുകയാണെങ്കിൽ വിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുവശത്ത് കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. പുറകിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് നവംബർ 2020 ആണ്. അതുപോലെ തന്നെ MRP ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 4999 ആണ്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈന എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ടൈം ടു ഫ്ലോണ്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. യെസ്, അപ്പോൾ ബോക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് കവറിലായിട്ട്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് ബാൻഡും പ്ലസ് ഒരു കവറിനകത്താണ് ഈ ഒരു യൂസർ മാനുവലും അതുപോലെ തന്നെ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് നമുക്കിതിൻ്റെ കൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു മൈക്രോ USB കേബിളും കാണാൻ സാധിക്കും. കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സോഫ്റ്റ് ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ബാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇടത് സൈഡിലാണ് ആക്ച്വലി ഇതിൻ്റെ കൺട്രോൾ പാനൽസ് വരുന്നത്. വലത് സൈഡിൽ നമുക്ക് 100 mAh ഉള്ള ബാറ്ററി കണ്ടെയ്നറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അവിടെ വിങ്സ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുവശത്ത് നമ്മൾ കൺട്രോൾ പാനൽസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും മുകളിലായിട്ട് വോളിയം അപ്പ് ബട്ടണും അതുപോലെ തന്നെ നടുക്കായിട്ട് മൾട്ടി ഫംഗ്ഷൻ ബട്ടണും തൊട്ട് താഴെയായിട്ട് നമ്മുടെ വോളിയം ഡൗൺ ബട്ടണുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും താഴെയായിട്ട് നമ്മുടെ മൈക്രോ USB പോർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും MFP നമ്മൾ പറയുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് നെക്സ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് ബട്ടണിനകത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൈനസ് ബട്ടണിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ പറയാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ MFBയിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ സിറി അല്ലാതെങ്കിൽ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ് എന്നുള്ളതാണ്. ഇനി താഴേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒയേഴ്സും അതുപോലെ തന്നെ 10 mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടുള്ള ഇയർ ബഡ്സുകളാണ് നമുക്കിതിൽ കൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഡ്രൈവേഴ്സിൻ്റെ ഇയർ ബഡ്സുകൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലും നമുക്കിവിടെ വിങ്സിൻ്റെ ഈ ഒരു ലോഗോ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ എല്ലാ നെക്ക് ബാൻഡിലും ഉള്ളതുപോലെ തന്നെ അതാണ്ടോ മാഗ്നറ്റിക് ഇതിലും അകത്തുമുണ്ട്. പക്ഷേ മൾട്ടി ഫംഗ്ഷൻ അല്ല എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മുടെ ഒരു മാഗ്നറ്റിക് നമുക്ക് വെറുതെ ഇങ്ങനെ കുത്തി വയ്ക്കാം എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്കിത് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറിന് പുറമെ നമ്മുടെ റെഡ് അതുപോലെ തന്നെ ബ്ലാക്ക്, ഒലീവ് ഗ്രീൻ, ബർഗണ്ടി അതുപോലെ തന്നെ ലൈം ഗ്രീൻ എന്നിങ്ങനെ പല കളേഴ്സിലും നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും ബ്ലൂ കളർ എനിക്ക് പൊതുവേ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ മേടിച്ചെന്നുള്ളതാണ്. ഒരു മാറ്റ് ഫിനിഷ്ഡ് കളറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ലഭ്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും സ്ക്രാച്ച് ആയാലും നമുക്ക് ഈ കണ്ടെയ്നേഴ്സിലും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിലൊക്കെ സ്ക്രാച്ച് ആയാലും എടുത്തടിക്കത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇത് നമ്മൾ ഒരു 3 സെക്കൻഡ്, ഒരു 3 മുതൽ 4 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുവാണെങ്കിലാണ് ഓൺ ആവുകയും അതുപോലെ തന്നെ ഓഫ് ആകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി വില പറയുവാണെങ്കിൽ ഇപ്പോൾ ആമസോണിൽ നോക്കുകയാണെങ്കിൽ 998 രൂപയാണ് ഈ ബ്ലാക്ക് കളറിൻ്റെ വില എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കളറിനും 1098 രൂപ എന്നാണ്. അതായത് 1100 രൂപയ്ക്ക്
രൂപ വ്യത്യാസത്തിലാണ് ബാക്കി എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആകുന്നത് എന്നുള്ളതാണ്. ബ്ലാക്കിന് മാത്രം പക്ഷേ 1000 രൂപയ്ക്ക് നമുക്കിത് ലഭ്യമാകും എന്നാണ്. എന്തായാലും 1000 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഞാൻ പറയുവാണ്, ഉറപ്പായിട്ടും കണ്ണടച്ച് വാങ്ങിച്ചോളൂ. അടിപൊളി ക്വാളിറ്റിയാണ്, അതിലൊന്നും യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ്. പൊതുവേ ഓഫർ വന്നാലാണ് നമ്മുടെ ഈ ഒരു ഇൻഫിനിറ്റി ഗ്ലൈഡ് അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൻ്റെ 235 V2 ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ഈ ഒരു ഓഫർ അല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ബ്ലാക്കിന് ഇപ്പോൾ 1000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഗ്ലൈഡ് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കളറ് എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു കളറ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ലഭ്യമാക്കാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിങ്ങിലും അതുപോലെ തന്നെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. 10 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന പ്ലേ ബാക്ക് ടൈം ആണെങ്കിൽ പോലും നമുക്കൊരു 6 മുതൽ 7 മണിക്കൂർ വരെ നമുക്ക് ലഭ്യമാകാൻ ചാൻസസേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു നെക്ക് ബാൻഡിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു 100 mAh നമുക്ക് 1 മണിക്കൂർ മുതൽ 1.5 hours ആണ് ഈ ഒരു 100% ആകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ബാൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് 170 gram ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വെറുതെ ഇങ്ങനെ കഴുത്തിലിട്ട് കഴിഞ്ഞാലും വലിയ ഫീലൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു നെക്ക് ബാൻഡിൽ ഈ ഒരു ക്ലിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാവും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഒയേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ടും താഴോട്ടൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ബോൾട്ടിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലതിലും ഞാൻ അന്ന് ഈ ഒരു ബോൾട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലുണ്ട്, സോണിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ചെവിയിൽ വെക്കാനായിട്ടാണെങ്കിൽ പെർഫെക്റ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്നും ലഭ്യമാണോ എന്നുള്ളതിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതർവൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് റൂമിനകത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ 2-3 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൊതുവെ മൈക്ക് ക്വാളിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ 5.0 ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാത്തിലെയും പോലെ തന്നെ 10 മീറ്റർ ആണ് എന്നുള്ളതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 1000 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 1100 രൂപയ്ക്കകത്തും നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല പെർഫെക്റ്റ് മ്യൂസിക് സൗണ്ട് ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു നെക്ക് ബാൻഡ് തന്നെ ഈ ഒരു വിങ്സിൻ്റെ ഗ്ലൈഡ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. ബാസൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടെന്നുള്ളതാണ്. പൊതുവേ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റീരിയോ ലെവൽ, അതായത് ഈ ഒരു സ്റ്റീരിയോ സൗണ്ട് ഒത്തിരി കുറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ട്രബിൾ കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ ബാസ് കൂടുതൽ കിട്ടുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒരു സ്റ്റീരിയോയും അല്ലെങ്കിൽ ആ ഒരു ട്രബിളും ഒക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബാസും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബാസ് ലവർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പാട്ട് കേട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു നെക്ക് ബാൻഡിൽ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും 1000 രൂപയ്ക്ക് അകത്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന വർത്ത് ബൈങ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡ് തന്നെയാണ് ഈ ഒരു വിങ്സിന്റെ ഗ്ലൈഡ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വിങ്സിന്റെ ഗ്ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.